Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. Angel message for you. എന്താണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ്? എന്താണ് ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ടത് അബൌട്ട് യുവർ കറന്റ് സിറ്റുവേഷൻ? സോ നിങ്ങൾ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ഒക്കെ ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കുക. എന്താണ് ലൈഫിൽ പോകുന്നത്, എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡീപ് ബ്രെത്ത്സ് എടുക്കൂ. ടേക്ക് എ ഡീപ് ബ്രെത്ത്. Hold for 3-4 seconds and slowly release through your mouth. റിപ്പീറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഒരുപാട് പ്രഷർ ഉണ്ടെങ്കിലൊക്കെ, ഒരുപാട് എന്തെങ്കിലും ടെൻഷൻ ഓർ ആൻസൈറ്റി, എക്സൈറ്റ്മെന്റ്, ചില ആളുകൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ എന്തെങ്കിലും ഇവന്റ് ഓർ നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇവന്റ് ഓർ മേ ബി നിങ്ങൾ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ പോകുന്നതായിരിക്കാം. സോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. മേ ബി നിങ്ങൾ പുതിയ ജോബിലേക്ക് പോകുന്നതായിരിക്കാം, ജോബിന് വേണ്ടി പുതിയ പ്ലേസിലേക്ക് പോകുന്നതായിരിക്കാം. മേ ബി നിങ്ങൾ എന്തെങ്കിലും ടൂർ ഓർ എന്തെങ്കിലും ഒരു വീക്കെൻഡ് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസിലായിരിക്കാം, ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ ആയിരിക്കാം. സോ യു ആർ സൂപ്പർ എക്സൈറ്റഡ്. ഐ ക്യാൻ ഫീൽ ദാറ്റ്. ഓക്കെ, സോ ലെറ്റ് മീ നോ നിങ്ങൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് നല്ലത്. കാരണം ചില ആളുകൾ വലിയ എക്സൈറ്റ്മെന്റിലാണ്. ഓക്കെ, ആൻഡ് ചില ആളുകൾ മേ ബി നിങ്ങൾ റീസെന്റ് ആയിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ചില ആളുകൾക്ക് ചില ഫീലിങ്സ് ഒക്കെ ആക്ച്വലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഒരു കൈൻഡ് ഓഫ് അത് നിങ്ങൾക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് തരുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അതാണ് ലൈക്ക് ചിലത് നിങ്ങൾക്ക് ഇങ്ങനെ ധൃതി കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ എക്സൈറ്റ്മെന്റ് കാരണമായിരിക്കാം. ചില ആളുകൾക്കത് ആങ്സൈറ്റി കാരണമായിരിക്കാം. ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ്. എന്താണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ്? സോ നിങ്ങൾക്ക് എവിടെ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അതെന്തോ എക്സൈറ്റ്മെന്റ് കാരണമായിരിക്കാം, സന്തോഷം. മേ ബി ചില ആളുകൾ പ്രഗ്നൻസിയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ബർത്ത്. ഓക്കെ, പ്രഗ്നൻസിനെ പറ്റിയിട്ട് മേ ബി ചില ആളുകൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് ആങ്സൈറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, ഡൗട്ട്, ഫിയർ, എക്സൈറ്റ്മെന്റ്. സോ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾ പ്രഗ്നൻസി ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗിവ് എ ബർത്ത്. ഓക്കെ, സോ നിങ്ങളൊരു അമ്മയാവും, നിങ്ങളൊരു അച്ഛനാവും, നിങ്ങളൊരു കുട്ടിക്ക് ഒരു ബർത്ത് കൊടുക്കും. ഓർ നിങ്ങൾ അങ്ങനെ ക്രിയേറ്റീവായിട്ട് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലോ, ഓർ ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ഒരു വലിയൊരു സ്ട്രോങ് വേർഷൻ ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ, മേ ബി ഈ ഒരു പോകുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റുമോ എന്നുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ വിൻ ചെയ്യും. ഓക്കെ, ഒരു സ്ട്രോങ് സിറ്റുവേഷൻ നിങ്ങൾ ആക്ച്വലി ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു പവർ യൂസ് ചെയ്തിട്ട്. ഓക്കെ, സോ നിങ്ങൾ വളരെ മെച്യൂർഡ് ആയിട്ട് ചില സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ നോളേജ് ഓർ നിങ്ങളുടെ ഒരു ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു സൈക്കിക് എബിലിറ്റി ആയിരിക്കാം, ഓർ ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും കൈൻഡ് ഓഫ് സ്പിരിച്വൽ നോളേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതായത് സെൽഫ് അവയർനെസ്, നിങ്ങൾക്ക് നിങ്ങളെ പറ്റി ഓർ നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾക്ക് തോന്നുന്ന ചില ഐഡിയാസ്. ഓക്കെ, ഓർ മേ ബി നിങ്ങൾക്ക് ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, കാരണം ചില ആളുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് സ്പിരിച്വൽ അവേക്കനിങ് ഓർ മേ ബി നിങ്ങൾ ഗ്രൗണ്ടഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ ഒരു എനർജിയിൽ നിങ്ങൾ കുറച്ചുകൂടെ സ്റ്റേബിൾ ആവുന്നുണ്ട്. വിച്ച് മീൻസ് ലൈക്ക് നിങ്ങൾ പല ലൈഫ് സിറ്റുവേഷനിൽ കൂടെ ഒക്കെ പോയിട്ട് നിങ്ങൾ സ്ട്രോങ് ആണ്. ഓക്കെ, സോ നിങ്ങളിപ്പം കേപ്പബിൾ ആണ് നിങ്ങൾ ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ ഓർ നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഒരു പുതിയ സിറ്റുവേഷനിലേക്ക് വരാൻ, നിങ്ങളുടെ ഒരു ന്യൂ ബർത്ത്. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആവുന്ന ഒരു ടൈമാണ്. ഓക്കെ, കംപ്ലീഷൻ, ചില കാര്യത്തിൽ നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഫുൾഫിൽഡ് ആയിട്ടുള്ള ഫീലിങ്സ്, ഗ്രോത്ത്, പ്രോസ്പിരിറ്റി, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരുപാട് പ്രോസ്പിരിറ്റി ഒക്കെ തോന്നുന്ന ഒരു ടൈമാണ്. ഓക്കെ, ഇൻ ആൻഡ് ഔട്ട്, എസ്പെഷ്യലി നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ്. മേ ബി നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തുന്നുണ്ടോ, നിങ്ങളുടെ ഹെയർ ഒരുപാട് ഗ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓർ ഹെയറിൽ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, മേ ബി ഹെയർ കളർ ചെയ്യുന്നതായിരിക്കാം, ഓർ ഡിഫറെന്റ് ഹെയർ സ്റ്റൈൽ നോക്കുന്നതായിരിക്കാം, ഹെയർ സ്റ്റൈൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നതായിരിക്കാം. വാട്ട്സ് ദ ഏഞ്ചൽ മെസ്സേജ് ഫോർ യു? ഓക്കെ, നിങ്ങളെ പറ്റിയിട്ട് ചില എക്സ്പെക്ടേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കൊരു പേർപ്പസ് ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആക്ച്വലി നിങ്ങളെ ഏൽപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ ചില കാര്യങ്ങള്, ചില സത്യാവസ്ഥകൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെ പറ്റിയിട്ട്, നിങ്ങളുടെ ലൈഫിനെ പറ്റി, ലൈഫ് പേർപ്പസിനെ പറ്റി, ലൈഫ് സിറ്റുവേഷനെ പറ്റി, ലൈഫിൽ എന്താണ് സോൾവ് ചെയ്യേണ്ടത് ഓർ എങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടത് ഒക്കെ നിങ്ങൾ പഠിക്കുന്ന ഒരു ടൈമാണ്. നിങ്ങൾക്ക് ഒരു മെന്റൽ സ്ട്രെങ്ത്, ഫിസിക്കൽ സ്ട്രെങ്ത് ഒക്കെ നിങ്ങൾക്ക് വളരെ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ നിങ്ങൾ ആക്ച്വലി ലൈക്ക് അതിനനുസരിച്ചിട്ട്
വളരുന്ന ഒരു ടൈമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു റൈറ്റ് പാത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓർ നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഒരു ലൈഫ് ഗോളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോളിന്റെ ഗോളിലേക്ക് നിങ്ങൾ ആക്ച്വലി കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ ആ ഒരു സ്ട്രഗിളിലാണ്, നിങ്ങൾക്ക് ആ ഒരു പാത്തിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു സ്ട്രഗിളിലാണ്, ആ ഒരു കൈൻഡ് ഓഫ് പുതിയൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രഗിൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ബട്ട് ഗോ വിത്ത് ദ ഫ്ലോ. മേ ബി നിങ്ങൾ എന്തെങ്കിലും വീട് ഉണ്ടാക്കുന്നതായിരിക്കാം, ഓർ പുതിയ വീട്ടിലേക്ക് വരുന്നതായിരിക്കാം, ഹോം. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കൺസ്ട്രക്ട് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സക്സസ്ഫുള്ളി നിങ്ങൾ അത് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിൽഡ് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് സ്പെഷ്യലി നിങ്ങളൊരു വീടൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി ആയിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളൊക്കെ ആയിട്ട് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കുള്ളൊരു ഗ്രേറ്റ് മെസ്സേജ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കാം. ഓർ ചില ആളുകൾക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല എന്താ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു പുതിയൊരു കുട്ടീനെ പോലെയാണ്. ഓക്കെ, പുതുതായി ജനിച്ചിട്ടുള്ള ഒരു കുട്ടീനെ പോലെയാണ്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രഗിൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും. എന്താണ് സംഭവിക്കുന്നത്, ചുറ്റുവട്ടം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചില ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ഒക്കെ എൻഡ് ആയിട്ടുണ്ടായിരിക്കണം, ഓർ നിങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഓൾ ഓഫ് സഡൻ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങളിൽ അതൊന്ന് നിങ്ങൾ വീണ്ടും നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു സ്ട്രഗിൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കാം ഈ ഒരു ടൈമിൽ. ഓക്കെ, ബട്ട് നിങ്ങൾക്കുള്ള ഒരു ഏഞ്ചൽ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു റൈറ്റ് പാത്തിലാണ്, നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. ഈവൻ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്ട്രോങ് ആയിട്ട് നിങ്ങളെ തന്നെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു എന്തൊരു മേ ബി നിങ്ങളുടെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹയർ പേർപ്പസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എത്തേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻ, ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ചസ്. കാരണം നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, മേ ബി നിങ്ങളൊരു റെന്റഡ് ഹോം ആയിരിക്കാം, ഓർ മേ ബി നിങ്ങളൊരു നിങ്ങൾക്ക് തികയാത്ത എന്തെങ്കിലും ഒരു പ്ലേസിലായിരിക്കാം നിൽക്കുന്നുണ്ടായിരിക്കാം. എന്താണോ നിങ്ങൾക്കുള്ളത് അവിടെ അത് നിങ്ങൾക്ക് സഫീഷ്യന്റ് ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം എന്നില്ല. അത് മേ ബി നിങ്ങളുടെ വീടായിരിക്കാം, നിങ്ങൾ നിൽക്കുന്ന പ്ലേസ് ആയിരിക്കാം, നിങ്ങൾക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളും ആയിരിക്കാം, സ്നേഹമായിരിക്കാം ചില ആളുകൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം, പക്ഷെ നിങ്ങളുടെ ഫാമിലിയിൽ പല ആളുകളും പല പല സ്ഥലത്തായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി മാരീഡ് ഒക്കെ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പല ആളുകളും ഒരു കോർഡിനേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ടായിരിക്കണം ഇതുവരെ. പക്ഷെ വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് വരുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ വീടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കണം, വീട്ടിലേക്ക് വരുന്നുണ്ട്, ഒരു ഹോം ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ അതിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഏപ്രിൽ മന്ത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കണം, ഓർ അനദർ 4 weeks or 4 days or 4 months time. ഓക്കെ, സോ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഓർ സക്സസ് ഓർ സെലിബ്രേഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഏപ്രിൽ മന്ത് ഓർ വിത്തിൻ 4 days ടൈം നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു വെയിറ്റിംഗ് സിറ്റുവേഷൻ ആക്ച്വലി എന്താണ്. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും ലൈക്ക് നിങ്ങൾ അവിടെ വെയിറ്റിന്റെ ആവശ്യം ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ ചില ആളുകൾക്ക് അവിടെ വെയിറ്റ് എന്താവുന്നത് നിങ്ങൾക്ക് വേണ്ട ഒരു ആൻസർ, അത് മേ ബി നിങ്ങൾ വലിയ രീതിയിൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കുന്ന എന്തൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. അത് ചില ആളുകൾക്ക് സന്തോഷമായിട്ടുള്ള കാര്യമായിരിക്കാം, ചില ആളുകൾക്ക് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരണം. ഓക്കെ, സോ നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ്, നിങ്ങൾക്കൊരു ആൻസർ ഉണ്ടാവും, അത് യെസ് ആണെന്നുണ്ടെങ്കിൽ നോ ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, മേ ബി അവിടെ നിന്നാണ് നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഒരു രണ്ടാമത്തെ ഒരു ഫേസിലേക്ക്, ലൈഫിന്റെ ഒരു സെക്കൻഡ് ഫേസിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, കൈൻഡ് ഓഫ് ന്യൂ ബർത്ത് സിറ്റുവേഷൻ. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് ബട്ടർഫ്ലൈ സിറ്റുവേഷൻ. ഓക്കെ, മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ പോകുന്നത് ആ ഒരു ബട്ടർഫ്ലൈ ഫോം ചെയ്യുന്ന ഒരു സ്റ്റേജിൽ കൂടി ആയിരിക്കാം. അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. എന്താണ് ഒരു ഡാർക്ക്നെസ്, ഒരു വലിയൊരു ഡാർക്ക്നെസ് മേ ബി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ബട്ട് ദാറ്റ്സ് ഓക്കെ ഗൈസ്, ട്രസ്റ്റ് മീ, നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ നിങ്ങൾക്ക് അത്ര സേഫ് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾ ആക്ച്വലി ലൈഫിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുന്നില്ല. ഈവൻ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ പല കാര്യങ്ങൾ കാണിച്ചു തന്നാൽ പോലും നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള വലിയൊരു മടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ കുറച്ചുകൂടെ നിങ്ങൾ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫ് എന്താണോ പഠിപ്പിക്കുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് എന്താണോ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്, ലേൺ ഫ്രം ദാറ്റ്. ഓക്കെ, ആൻഡ് അവിടുന്ന് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഹെൽത്ത് സിറ്റുവേഷൻ ഒന്നും നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ ഒരുപാട് ഇംപ്രൂവ് ആവുന്നുണ്ട്, ബട്ട് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് കൊടുക്കണം. ഓക്കെ, റൈറ്റ് ആയിട്ട് നിങ്ങൾ കെയർ ചെയ്യണം, എസ്പെഷ്യലി നിങ്ങളുടെ ഹെയർ, നിങ്ങളുടെ ബോഡി. ഓക്കെ, ഓർ നിങ്ങളുടെ എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഈ ഒരു ടൈമിൽ, പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങളത് സക്സസ് ആയിട്ട് ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്, അതിന് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മാറ്റം ഉണ്ടാവുന്നുണ്ട്.
ഓൾറൈറ്റ്. സോ അഗൈൻ ഇറ്റ്സ് എ കൺഫർമേഷൻ. നമ്പർ 4 മേ ബി നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്, ഓർ ഈ ഒരു ടൈമിൽ ഏപ്രിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തോ ഒരു കാര്യം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വീടായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചില ആളുകൾക്ക് മെയിൻ ആയിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലാക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു വിഷമമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ചിലത് നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഡോണ്ട് ബി പാനിക്. ഓക്കെ, നിങ്ങൾ അങ്ങനെ പേടിക്കുകയോ ടെൻഷൻ ആവുകയോ ഒന്നും വേണ്ട. കാരണം ചിലത് സംഭവിക്കുന്നുണ്ട്. ഇപ്പം ഒരു സൈഡ് ഉള്ളത് പോലെ അതിനൊരു മറുവശവും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള ചില കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇഷ്ടമുള്ള ആളുകളുടെ അടുത്ത് നിന്ന് ചില കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും വിഷമമായിട്ടുള്ള സിറ്റുവേഷൻ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതൊട്ടും സീരിയസ് ആക്കി എടുക്കണ്ട. ഓക്കെ, അഗൈൻ ഇറ്റ്സ് എ കൺഫർമേഷൻ. നിങ്ങളുടെ ആഗ്രഹം എന്തൊരു ആഗ്രഹം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വിഷ് ഫുൾഫിൽമെന്റിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഏത് സിറ്റുവേഷനിലും വളരെ സ്ട്രോങ് ആയിട്ട് ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിരിക്കാം. ഓക്കെ, ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നിങ്ങൾ വലിയ രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ആണ് നിങ്ങൾ ആക്ച്വലി ഈ ഒരു ടൈമിൽ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ മേ ബി നിങ്ങൾക്ക് ഈ ഒരു സമയം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്കാരേജ് ആയിട്ടുണ്ടെങ്കിൽ, പ്രഗ്നൻസി വർക്ക് ആവാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബർത്ത് കൊടുക്കാൻ ഡെഫിനറ്റ്ലി സാധിക്കുന്നുണ്ട്. ഓക്കെ, വിത്തിൻ എ 4 months ടൈം, ഓർ വിത്തിൻ എ 4 months ടൈം, അല്ലെങ്കിൽ കുറച്ച് മാസം ടൈമിൽ നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ ഫാമിലിയിലേക്ക് വേറെ ആരെങ്കിലും കൂടെ വരുന്നുണ്ട്. ഒരു പുതിയ ബേബി ആയിരിക്കാം, പുതിയൊരു പേഴ്സൺ ആയിരിക്കാം, നിങ്ങളുടെ ഒരു പാർട്ട്ണർ ആയിരിക്കാം. കാരണം ചില ആളുകൾക്ക് എന്തെങ്കിലും മാരേജ് കമ്മിറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ഓൾറൈറ്റ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ ഇമോഷണലി വിഡ്രോ ചെയ്യണം. ഓക്കെ, ഗോ വിത്ത് ദ ഫ്ലോ. നിങ്ങളൊന്നും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. കാരണം ചില ആളുകൾക്ക് സിറ്റുവേഷൻസിൽ, നിങ്ങൾ പോകുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു മേജർ ഇവന്റ് സംഭവിക്കുന്നുണ്ട്, എന്തോ വലിയ കാര്യം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ചില ആളുകൾ. ഓക്കെ, സോ അത് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള പേടി, ടെൻഷൻ, ഓർ ഈ ഒരു സമയത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ ഒരുപാട് ടെൻഷൻ ആവുമൊന്നും വേണ്ട. കാരണം അതൊക്കെ ചേഞ്ച് ആവും. ഓക്കെ, വിത്തിൻ എ 1 month ടൈം, അല്ലെങ്കിൽ എ വീക്ക് ടൈം, അല്ലെങ്കിൽ ഒരു 4 days 4 months ടൈമിനുള്ളിൽ ചില കാര്യങ്ങൾ ഫേവർ ആയിട്ട് സംഭവിക്കുന്നുണ്ട്, ഓർ ദി ബെസ്റ്റ്. ഓക്കെ, നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ ഒരു ഈസിനെസ് ആണ് ആക്ച്വലി കൊടുക്കേണ്ടത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ലൈഫ് ഒരുപാട് ഈ ഒരു ടൈമിൽ സീരിയസ് ആക്കി എടുക്കാതിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾ ഓൾറെഡി നിങ്ങൾ വലിയ സന്തോഷമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. ഓക്കെ, മാക്സിമം എൻജോയ് ചെയ്യുക. പുതിയൊരു റിലേഷൻഷിപ്പ്, പുതിയൊരു സിറ്റുവേഷൻ, ഫാമിലി, ഇഷ്ടമുള്ള ആളുകളൊക്കെ ആയിട്ട് ഹോം ഫീലിങ്സ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സെക്യൂർ ആയിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് തോന്നുന്നുണ്ട്. ഓൾറൈറ്റ്. ആൻഡ് നിങ്ങളുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ. ഓക്കെ, ഫിസിക്കൽ ഇന്റിമസി നിങ്ങളുടെ പാരന്റ്സ് ആയിട്ട്, നിങ്ങളുടെ ഫാമിലി ആയിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ നിങ്ങളുടെ പാരന്റ്സിന്റെ ആയിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണറെ ആയിരിക്കാം, നിങ്ങളുടെ കുട്ടികളുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഇന്റിമസി, നിങ്ങൾക്ക് ഫിസിക്കൽ ഇന്റിമസി, അവരുടെ പ്രസൻസ്, അവരുടെ കെയർ, അവരുടെ ടച്ച് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓർ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലെ ഒരു പോയിന്റ് നിങ്ങൾക്ക് അങ്ങനെ വേണ്ട ഒരു ടൈമിൽ ആരുടെങ്കിലും ഒരു പ്രസൻസ്, സപ്പോർട്ട്, ടച്ച് ആൻഡ് കെയർ നിങ്ങൾക്ക് ഒരുപാട് റിലാക്സ് ആയിട്ടുള്ള ഫീലിംഗ്സ്, സെക്യൂർ ആയിട്ടുള്ള ഫീലിംഗ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ് ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.